ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ സ്ഥാനത്ത് ജഗനും അമ്മയുടെ സ്ഥാനത്ത് വന്ദനയും ചേർന്ന് അവളെ ചെന്ന് കാണണം. ഇപ്പോ ഹരിതയ്ക്ക് വന്ദനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറാനും ഈ കൂടിക്കാഴ്ച ഉപകരിച്ചേക്കും. ഹരിതേ, എന്നോട് പിണങ്ങരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? നിനക്ക് എന്താ വേണ്ടത്? ഹരിതേ, നിന്റെ ഭർത്താവാണ് ഞാൻ, നിന്റെ അച്ഛന്റെ സ്വന്തം മരുമകൻ. എന്നിട്ടും എന്നെ സഹായിക്കാതെ എന്റെ ചേട്ടനെ സഹായിച്ച എന്തിനാണെന്ന് ഞാൻ നിന്റെ അച്ഛനോട് അപ്പോഴത്തെ സങ്കടത്തിലൊന്ന് ചോദിച്ചു പോയി. അതിത്ര വലിയ തെറ്റാണോ? തെറ്റതൊന്നുമല്ല. ഒരു പണിയും എടുക്കാതെ ഭാര്യ വീട്ടിലിങ്ങനെ തിന്നും കുടിച്ചും വെട്ടി വിഴുങ്ങി ഒരു ഉളുപ്പില്ലാതെ ഇവിടെ കഴിയുന്നതാ നീ ചെയ്യുന്ന തെറ്റ്. ആ പ്രകാശിന്റെ കയ്യിന്ന് നിനക്ക് അർഹതപ്പെട്ട പണം വാങ്ങിയെടുക്കാതെ അയാളോടൊപ്പം ചേർന്ന് വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോയി അടുത്ത ബാധ്യത കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഹരിതേ, ഞാൻ അതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ല. പിന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? മനോജെ, നീ ഒരു അച്ഛനാവാൻ പോവാ. ഈ ഒരു അവസ്ഥയിലെങ്കിലും നീ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം. ഹരിതേ, അതാ ഞാൻ പറഞ്ഞത്. കുഞ്ഞിനെ നശിപ്പിക്കാനല്ലേ? എടാ, നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവുന്നത് പോലും ഇഷ്ടമല്ല. നീയാണോ എന്റെ ആദ്യത്തെ കുഞ്ഞിനെ ആ വന്ദനെ കൊണ്ട് നശിപ്പിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഹരിതേ, അനാവശ്യം പറയരുത്. പിന്നെ ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന് അറിയിക്കാൻ വിളിച്ചപ്പോ പോലും നീ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അത് അപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരുന്നു എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അക്കാര്യം നമ്മൾ പറഞ്ഞു തീർക്കുകയും ചെയ്തതാ. മനോജെ, എന്ത് പറഞ്ഞാലും യാതൊരു ഉളുപ്പുമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ ചേട്ടൻ പ്രകാശം നിനക്ക് തരാന്ന് പറഞ്ഞ പണവും കൊണ്ടുവന്നിട്ട് നീ ഇനി എന്നോട് സംസാരിച്ചാ മതി. ഹരിതേ, വഴിമാറി. എങ്ങോട്ടാ എങ്ങോട്ടാ ഈ കയറും പൊടിച്ചുള്ള പോക്ക്? ഇത് കോടതി ലംഘനമാണ്. നീ ഇപ്പൊ ചാടിത്തുള്ളി കയറി പോകാൻ പോകുന്നതേ മാധവൻ നായരുടെ വീട്ടിലേക്കാ. നിങ്ങളുടെ എതിർ കക്ഷി നിങ്ങളെ കേസിൽ തോൽപ്പിച്ച് വലിയൊരു തുക നഷ്ടപരിഹാരമായി നേടാൻ പോകുന്ന മാധവൻ നായരുടെ വീട്ടിലേക്ക്. എടാ, എന്തിനാടാ നാണോ മാഞ്ഞു ഉടുപ്പില്ലാതെ ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്തത്? ഇന്നലെ വരെ നിന്റെ ഒരു തരം ദഹിപ്പിക്കുന്ന നോട്ടമായിരുന്നല്ലോ. ഇപ്പോഴെന്താ കണ്ണിലെ തീയൊക്കെ അങ്ങ് കെട്ടുപോയോ? ഇപ്പോഴേ അഴുകി തുടങ്ങിയ ശവത്തിന്റെ കണ്ണുപോലുണ്ട്. ശത്രുവിന്റെ വീട്ടിലേക്ക് എന്തിനാണാ വന്നതെന്നാ ചോദിച്ചത്? ഞാൻ വന്നത് എന്റെ ശത്രുവായ മാധവൻ നായരുടെ വീട്ടിലേക്കല്ല, വാടക വീട്ടിലേക്കാ. എന്റെ സഹോദരിയുടെ ഭർത്താവായ ജഗൻ വാടക കൊടുക്കുന്ന വീടാണിത്. ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താടി കാര്യം? നീയാണോടി വാടക കൊടുക്കുന്നത്? മാറി. ഇവന്റെ ഈ ചാട്ടമൊന്നും കോടതിയിൽ ഏശിയില്ലല്ലോ. അവളവൻ പൂജ്യവാ, വട്ട പൂജ്യം. പ്രകാശിട്ടാ, ഇരിക്കാനൊന്നും സമയമില്ല. എനിക്ക് ജഗനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിക്കാനുണ്ടെന്നോ? എന്താ സംസാരിക്കാനുള്ളത്? ദേ പ്രകാശേട്ടാ, ഇപ്പൊ നടന്ന കേസില് ജഗൻ ആരോടും കക്ഷി ചേർന്നിട്ടില്ല. അച്ഛനമ്മമാരോടോ സഹോദരങ്ങളോടോ ഒരു ബന്ധവും പുലർത്തിയിട്ടുമില്ല. തികച്ചും നിഷ്പക്ഷനായിരുന്നു ജഗൻ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജഗനെയും അച്ഛനെയും തമ്മിൽ തെറ്റിക്കാനാണ് ഈ വരവെങ്കിൽ അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ആരെയും കക്ഷി ചേർക്കാനോ തമ്മിൽ തെറ്റിക്കാനോ അല്ല ഞാൻ വന്നത്.
അല്പം കുടുംബകാര്യം സംസാരിക്കാനാ. ജഗ, പ്ലീസ്. ഞാനിപ്പോ വരാം. എന്താ കാര്യം? മനോജിന്റെ ഭാര്യ ഹരിത, അതായത് നിന്റെ പെങ്ങള്, ഗർഭിണിയാണ്. ഈ കുടുംബത്തിലെ മരുമകളാണ് ഹരിത. ഈ സന്ദർഭത്തില് എന്റെ അച്ഛനും ഉമ്മയും വേണം അവളെ ചെന്ന് കാണാനും അനുഗ്രഹിക്കാനും മറ്റു വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ അവരിപ്പോ അങ്ങോട്ട് എന്നാൽ കേസിന്റെ കാര്യവും പറഞ്ഞ് ജഗന്റെ അച്ഛൻ അവരെ അപമാനിച്ചൊന്നും വരും. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ പ്രതിനിധികളായി ജഗനും വന്ദനയും കൂടി അവരെ ചെന്ന് കാണണം. പ്രകാശേട്ടനല്ലേ ഈ കുടുംബത്തിലെ മൂത്ത മകൻ? ആ സ്ഥിതിക്ക് പ്രകാശേട്ടനും സുത്രച്ചുകൊണ്ട് പോയി കാണുന്നല്ലേ നല്ലത്. അതിലും പ്രശ്നമുണ്ട്. ഹരിതയും സുചിത്രയും തമ്മില് മാനസികമായിട്ട് ചേർച്ചയിലല്ല. സുചിത്ര ഹരിതയെ കൊണ്ട് എച്ചിൽ പാത്രം കഴിയിച്ചു എന്നുള്ള കുറ്റത്തിലല്ലേ ഹരിത ഇവിടം വിട്ട് പോയത് തന്നെ. അതുകൊണ്ട് സുചിത്ര പോയാലേ ശരിയാവില്ല. വന്ദനയാണ് അവിടെ ആദ്യത്തെ കുഞ്ഞിനെ കൊന്നതെന്നാണ് ഹരിതയുടെ വിശ്വാസം. അതുകൊണ്ട് വന്ദന പോയാലും ഹരിത പ്രശ്നം ഉണ്ടാക്കില്ലേ? ജഗൻ കൂടെ ഉണ്ടെങ്കിലേ ഹരിത പിന്നെ ഒരു പ്രശ്നത്തിനും വരില്ല. അതുകൊണ്ട് അച്ഛന്റെ സ്ഥാനത്ത് ജഗനും അമ്മയുടെ സ്ഥാനത്ത് വന്ദനയും ചേർന്ന് അവളെ ചെന്ന് കാണണം. ഇപ്പോ ഹരിതയ്ക്ക് വന്ദനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറാനും ഈ കൂടിക്കാഴ്ച ഉപകരിച്ചേക്കും. അങ്ങനെ ഹരിതയുടെ മനസ്സ് സ്വസ്ഥമായാല് അതവൾക്ക് സുഖപ്രസവത്തിന് കാരണമാവില്ലേ? പ്രകാശേട്ടൻ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബനാഥൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാ. ഹരിതയുടെ ഈ അവസ്ഥയില് ആരെങ്കിലും ഹരിതയെ കാണാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണെന്നാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഞാൻ വന്ദനയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ ഒന്നും വേണ്ട. എനിക്ക് ജഗൻ ചേട്ടനോട് ഒരു അപേക്ഷ കൂടിയുണ്ട്. തൽക്കാലം ഈ കാര്യം വന്ദനയെടുത്ത് അറിയരുത്. എന്റെ കുഞ്ഞിനെ കൊന്നവള വന്ദന. അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാ. ക്യാപ്റ്റൻ ആയതുകൊണ്ട് എല്ലാം പട്ടാളച്ചിട്ടല്ലേ കാര്യങ്ങള്. യാത്ര പോകുന്നതിന് മുമ്പും യാത്ര കഴിഞ്ഞു വരുമ്പോഴും കാറ് കഴുകി വൃത്തിയാക്കണം. എന്തെങ്കിലും ചെറിയൊരു പണി വന്നാൽ പോലും അത് മാധവൻ നായരെ പണിയാവൂ.